പ്രതിഫലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഫയോൾ ദ റെമ്യൂണറേഷൻ ഓഫ് എ പേഴ്സൺ, റെമ്യൂണറേഷൻ ഓഫ് എൻ എംപ്ലോയി ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം. വളരെ ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ ആയിരിക്കണം നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കേണ്ടത്. എല്ലാ വർക്കേഴ്സിനും അവരെ ഉദ്ദേശിച്ച് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ കൊടുത്തിരിക്കണം. വർക്കേഴ്സിന് അത് കിട്ടിയിരിക്കണം. അപ്പം ഏത് കാര്യത്തിനൊപ്പം വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ജോലിയിൽ പെർട്ടിക്കുലർ ജോലിയിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്ഥാപനം ഒരു വർക്കേഴ്സിനോട് ഒരു പെർട്ടിക്കുലർ ജോബ്, ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറയുമ്പോൾ ആ വർക്കേഴ്സിൽ നിന്ന് പരമാവധി കാര്യക്ഷമതയോടുകൂടിയുള്ള വർക്ക് അക്വയർ ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താണോ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഫെയർ ആൻഡ് അതായത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ എന്നുള്ള ഒരു പ്രിൻസിപ്പിളും കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ അതാണ് റെമ്യൂണറേഷൻ എന്നുള്ള കാര്യത്തിലൂടെ നമ്മുടെ ഫയോൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇനി അടുത്ത 8ാമത്തെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. കേന്ദ്രീകരണം അതുപോലെ തന്നെ വികേന്ദ്രീകരണം എന്നുള്ള രണ്ട് കാര്യം. Centralization, the word centralization means the giving maximum importance to the higher level. That is, the maximum authority is concentrated or powers are always concentrated to the higher levels of management. ഒരു മാനേജ്മെന്റിന്റെ ഹയർ ലെവൽസിലേക്ക് പ്രധാനമായിട്ടും അധികാരങ്ങളും പവേഴ്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ നമുക്കവിടെ ഒരു സെൻട്രലൈസേഷൻ ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. നേരെ മറിച്ച് അധികാരങ്ങൾ താഴെത്തട്ടിലേക്ക് വികേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി among the lower levels are mainly known as decentralization. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു അഡോപ്റ്റ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് സാധാരണ ഒരു വലിയ ഓർഗനൈസേഷൻ ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഡീസെൻട്രലൈസേഷൻ ഈസ് നീഡഡ്. അപ്പൊ ഫയോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. വാട്ട് എവർ ഇറ്റ് ഈസ് നീഡഡ്, the organization can be adopted this centralization and decentralization activities. Okay, then 9ാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്കാലാർ ചെയിൻ എന്നുള്ളതാണ്. ഇറ്റ്സ് എ ചെയിൻ ഓഫ് കമാൻഡ്. നമുക്കൊരു ചെയിൻ ഓഫ് കമാൻഡ് ആണ് ഈ ഒരു സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഫയോൾ, ദി സ്കാലാർ ചെയിൻ is a chain of superior ranging from top to bottom levels of management. It is a ranking or it is a ranging from top to bottom. ഒരു ഹയർ ലെവൽസ് നിന്ന് താഴെ ലെവൽസിലേക്കുള്ള ഒരു കമാൻഡ് ഓഫ് അതോറിറ്റി, ചെയിൻ ഓഫ് അതോറിറ്റി ആണ് തീർച്ചയായിട്ടും ഒരു സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The orders and instructions should be passed from only through that chain of command. ഏറ്റവും മുകളിൽ നിന്ന്, ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവൽസിലേക്ക് നമ്മുടെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് ഈ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വഴി മാത്രമായിരിക്കും. നമുക്കറിയാം, ആ രീതിയിൽ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഓരോ കാര്യങ്ങളും അത് ത്രൂ പ്രോപ്പർ ചാനൽ വഴിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കാലതാമസം വരാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും താഴെ തട്ടിലുള്ള ആളിലേക്ക് ഓർഡേഴ്സ് എത്തുന്നു, അതിന്റെ ഫീഡ്ബാക്ക് തിരിച്ച് റെസ്പോൺസ് തിരിച്ച് ഹയർ ലെവൽസിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ ആ കാര്യങ്ങളൊക്കെ എത്തുന്നതിന്, ഇൻഫോർമേഷൻ എത്തുന്നതിന് ഒരുപാട് താമസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഫയോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടാണ്
ഗാങ് പ്ലാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഗാങ് പ്ലാങ്ക് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. സ്കാലർ ചെയിനിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി ഫയോൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഗാങ് പ്ലാങ്ക്. സോ ഇറ്റ്സ് എ ഷോർട്ട് കട്ടിംഗ് ദി ചെയിൻ ഓഫ് കമാൻഡ് വേർ എമർജൻസി ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ. അപ്പോൾ അതിനാണ് നമ്മൾ ഒരു ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതായത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ രണ്ട് മാനേജർമാർ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട്. ചിത്രത്തിൽ രണ്ട് അധികാര കോണികൾ നമുക്ക് കാണാൻ പറ്റും. എ മുതൽ ഡി വരെയുള്ളതും അതുപോലെ തന്നെ എ മുതൽ ജി വരെയുള്ളതും. ഡി എന്ന ഒരാൾക്ക് എയുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ അയാൾ ആദ്യം സിയുമായി കോൺടാക്റ്റ് ചെയ്യണം, സി ബിയുമായി കോൺടാക്റ്റ് ചെയ്യണം, ദെൻ എ. അതേപോലെ ജി എന്ന ഒരു മാനേജർക്ക് എയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവസാനം മാത്രമേ എയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡി എന്നുള്ള മാനേജർക്ക് അതേ ലെവലുള്ള ജി എന്ന മറ്റൊരു മാനേജറുമായി സംവദിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഡിക്കും ജിക്കും ഇടയിലൊരു ഗാങ് പ്ലാങ്ക് ഉണ്ടാക്കുന്നതിലൂടെ അവർക്ക് നേരിട്ട് സംവദിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഗാങ് പ്ലാങ്ക് വഴി ഉണ്ടാകുന്നു. അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് ഓർഡർ, ക്രമം എന്ന് പറയും. ഇപ്പോൾ ഫയോളിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ മീൻസ് the people and materials must be in suitable places. ഒരു സ്ഥാപനത്തിലെ പീപ്പിളും അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മെറ്റീരിയൽസും എല്ലാം തന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദിസ് ഓർഡർ ഇറ്റ്സ് എ പ്ലേസ്, there should be a place for everything and everyone, and everything should be in its own place. അദ്ദേഹം പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാ ആളുകൾക്കും അല്ലെ എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ പ്രത്യേക സ്ഥലത്ത് ആ സ്ഥാപനമോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ഒരു ഓർഡർ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മള് വീട്ടിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയയിലാണ്. ആ സ്റ്റഡി ഏരിയയിൽ നമ്മുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഓർഡർ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ സ്റ്റഡി ഏരിയയിൽ പോയിട്ടാണെന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും കാര്യം നമ്മുടെ ഈ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ അടുക്കളയിൽ പോകാറുണ്ടോ? നമ്മുടെ ബെഡ്റൂമിൽ പോകാറുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം there is a place for everything and there is a place for everything and that item should be in that particular place. ആ ഒരു കാര്യം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയാം. ഇതേ കാര്യം നമ്മുടെ ബിസിനസിന്റെ കേസിലും പാലിക്കപ്പെടുന്നുണ്ടെന്ന് പറയാം. അവിടെ ഓരോ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട്, ഓരോ മെറ്റീരിയൽസിന് കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനം നിർവചിച്ച് നൽകുകയും ആ സ്ഥാനത്ത് അവ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നുള്ളതാണ് ഒരു മാനേജർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയാം. അതാണ് ഇവിടെ ഈ ഒരു ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിളിലൂടെ ഫയോൾ പറയുന്നത്. ഇനി 11ാമത്തെ നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഇക്വിറ്റി എന്നുള്ള. ഇക്വിറ്റി നമുക്കറിയാം, ദിസ് ഇക്വിറ്റി emphasizes that kindness and justice in the behavior of managers towards workers. അതായത് വർക്കേഴ്സിനോട് നമ്മുടെ മാനേജർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കൈൻഡ്നെസ്, ഒരു ദയ, അതുപോലെ തന്നെ അവരോടുള്ള മനോഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രിൻസിപ്പിളോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം. അപ്പൊ തീർച്ചയായും നമുക്കറിയാം, there should be a clear cut healthy relationship be made between the workers and the subordinates and the workers. Subordinates and the superiors. വർക്കേഴ്സും സുപ്പീരിയേഴ്സുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഇക്വിറ്റി പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. അപ്പൊ എപ്പോഴും ഊന്നൽ നൽകുന്നത് ഈ പറഞ്ഞിട്ടുള്ള ദയ, അതുപോലെ തന്നെ അനുകമ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും ഒരേ രീതിയിലുള്ള എല്ലാ കാര്യത്തിനും ഒരേ വിവേചനമൊന്നും കാണിക്കാതെ അത് മതപരമായും രാഷ്ട്രീയപരമായും
അതുപോലെ തന്നെ ലിംഗപരമായും യാതൊരു വിധത്തിലുള്ള വിവേചനവും കാണിക്കാതെ തന്നെ വർക്കേഴ്സിനെ കാണാനോ അവരെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനേജറുടെ കഴിവാണ് പ്രധാനമായിട്ടും ഒരു സ്ഥാപനത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് സഹായകരമാകുമെന്ന് പറയാം. അതാണ് ഇവിടെ ഇക്വിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഫയോൾ ഉദ്ദേശിക്കുന്നത്. ഇനി 12ാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, സ്റ്റെബിലിറ്റി ഇൻ ടെനർ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഇപ്പൊ ഇവിടെ പറയുന്നത് ദി എംപ്ലോയി ടേൺ ഓവർ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി. ഒരു വർക്കർ ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ the management should not be transfer him frequently from one post to another post. ഒരാളെ ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആ ജോലി കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ മറ്റൊരു ജോലിയിലേക്ക് പറഞ്ഞയക്കാനോ അല്ല മറ്റുള്ള ജോലി അദ്ദേഹത്തിന് കൊടുക്കാനോ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ആ ജോലിയിലൂടെ അക്വയർ ചെയ്യാൻ പറ്റുന്ന പരമാവധി നോളജ് അക്വയർ ചെയ്യുകയും അതിലൂടെ അയാൾ എക്സ്പീരിയൻസ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് ടേണർ അഥവാ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്നുള്ള പ്രിൻസിപ്പിളോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വർക്കേഴ്സിന്റെ മൊറയിൽ വർദ്ധിപ്പിക്കാനും അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ സഹായകരമാകുമെന്നാണ് ഫയോൾ പറയുന്നത്. ഓക്കെ, ഇനി 13ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇനീഷ്യേറ്റീവ്. എല്ലാ കാര്യത്തിലും ഒരു മുൻകൈ എടുക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിളോട് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം this initiative should be encouraged to develop the plans for the improvement of their efficiency. ഓരോ വർക്കേഴ്സിനും അവരുടെ നിലവിലുള്ള അവരുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനും തീർച്ചയായിട്ടും ഒരു എൻകറേജ്മെന്റ് ആവശ്യമാണെന്ന് പറയാം, ഒരു പ്രോത്സാഹനം ആവശ്യമാണെന്ന് പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരു കാര്യത്തിൽ നമ്മൾക്കുണ്ടാവുന്ന ഇനീഷ്യേറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണെന്ന് പറയാം. ഏത് കാര്യം ചെയ്യുമ്പോഴും അവരെ ഫോഴ്സ് ചെയ്യുന്നതിന് പകരം ഒരു കാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യം വർക്കേഴ്സിനെ സ്വമേധയ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫയോൾ ഉദ്ദേശിക്കുന്നതും ഈ ഒരു കാര്യമാണെന്ന് പറയാം. ഇനി അവസാനത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് എസ്പിരിറ്റ് ഡി കോർപ്സ് അഥവാ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഇപ്പൊ നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളോട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഫയോൾ ഓൾവേസ് സേസ് ദാറ്റ് we should promote a team spirit and unity and harmony among the employees to get the maximum efficiency for the organization. ഓർഗനൈസേഷനിലെ കാര്യക്ഷമത പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നതിനും കൊണ്ടുവരുന്നതിനും വേണ്ടി പ്രധാനമായിട്ടും വേണ്ടത് വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ എല്ലാ വർക്കേഴ്സും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിന്റെ കോമൺ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം എസ്പിരിറ്റ് ഡി കോസ് മീൻസ് യൂണിറ്റി സ്ട്രെങ്ത്, ദാറ്റ് ഈസ് ടു ഡെവലപ്പ് the team spirit for the employees. So these are the 14 principles of management.